പെട്രോളുമായിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. ഇവിടെ ഞാൻ തീപ്പെട്ടിയും പെട്രോളുമായിട്ട് വന്നിരിക്കുന്നത്. ഈ 3 കുഞ്ഞുങ്ങളും ഉണ്ട്. ഈ 3 കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. എനിക്ക് അല്ലാതെ എന്റെ കയ്യിൽ ഒരു മാർഗ്ഗമില്ല. ഞാൻ ഇതും കൊണ്ട് നടക്കുക. എന്റെ ഗതികേട്, എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഈ കുഞ്ഞുങ്ങളെ ഞാൻ എന്ത് ചെയ്യും പറ? എനിക്ക് വേറുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? നാട്ടുകാരിൽ ഒരാളും ബാങ്കും കൂടെ ചേർന്ന് ഒത്തുകളിച്ച് എന്നെ എന്റെ കുടുംബത്തെ പെരുവഴിയാക്കിയിരിക്കുകയും. വളരെ അർജന്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യണം, അധികാരികളിലേക്ക് എത്തിക്കണം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി അഴീക്കലാണ്. നമുക്കറിയാം, അഴീക്കൽ സ്വദേശിനിയായിട്ടുള്ള അശ്വതിയുടെ വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞങ്ങളുടെ ചാനലിലൂടെ വന്നത്. കാരണം ഈ വീട് ജപ്തിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആത്മഹത്യയുടെ വക്കിലെത്തിയിരുന്നു ഈ കുടുംബം. അന്ന് CR മഹേഷ് MLA ഇവിടെ വന്ന് വീട് പൂട്ടി ഈ പൊളിച്ചതും ഇവർക്ക് സാധനങ്ങൾ എടുത്തു കൊടുത്തതുമായിട്ടുള്ള വീഡിയോ ഒക്കെ തന്നെ നിങ്ങൾ കണ്ടതാണ്. ഇപ്പൊ എൻ്റെ കൂടെയുള്ളത് അശ്വതിയാണ്. ഇന്ന് ശരിക്കും ഈ അശ്വതി കുടുംബം ഇപ്പൊ ആത്മഹത്യ ചെയ്യുന്നുള്ള രീതിയിൽ ഞങ്ങളെ ഫോണിലേക്ക് വിളിക്കുകയുണ്ടായി. വിളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തുന്നത്. വലിയ കഷ്ടത്തിലാണ് അശ്വതി. ഇപ്പൊ എന്താ ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ ലോൺ എടുത്തതിന് ശേഷം ഇപ്പൊ അവര് പറയുന്നത് ഇത് ലേലം ചെയ്തെന്ന്. എന്റെ അറിവോ സമ്മതമോ ഇല്ല. ഞാൻ അറിഞ്ഞിട്ടില്ല ഇത് ലേലം ചെയ്തെന്ന്. ഞാൻ 40 ലക്ഷം രൂപയുടെ സാധനമാണ് അവർ 20 ലക്ഷം രൂപയ്ക്ക് കൊടുത്താൽ എനിക്ക് നീതി കിട്ടട്ടെ. ചോളമണ്ഡലം ഫിനാൻസിൽ നിന്ന് ഞാൻ എടുത്തതാണ്. എന്റെ നാട്ടുകാരിൽ ഒരാളും ഈ ചോളമണ്ഡലവും കൂടെ ചേർന്ന് എന്നെ പറ്റിച്ച് ഈ വീട് എടുക്കുകയാണ്. ഞാൻ ഈ വീട് അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് 3 മക്കളുണ്ട്. എന്റെ 3 മക്കളുമായിട്ട് ഞാൻ പെട്രോളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്താ ഈ പെട്രോളുമായിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. ഇവിടെ ഞാൻ തീപ്പെട്ടിയും പെട്രോളുമായിട്ട് വന്നിരിക്കുന്നത്. ഈ 3 കുഞ്ഞുങ്ങളും ഉണ്ട്. ഈ 3 കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. എനിക്ക് അല്ലാതെ എന്റെ കയ്യിൽ ഒരു മാർഗ്ഗമില്ല. ഞാൻ ഇതും കൊണ്ട് നടക്കുക. എന്റെ ഗതികേട്, എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഈ കുഞ്ഞുങ്ങളെ ഞാൻ എന്ത് ചെയ്യും പറ? എനിക്ക് വേറുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? നാട്ടുകാരിൽ ഒരാളും ബാങ്കും കൂടെ ചേർന്ന് ഒത്തുകളിച്ച് എന്നെ എന്റെ കുടുംബത്തെ പെരുവഴിയാക്കിയിരിക്കുകയും. എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് മാന്യമായിട്ട് ബാങ്കിൽ നിന്ന് അവരാർക്കെങ്കിലും കൊടുത്തോട്ടെ. എനിക്ക് 15 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ കിട്ടണം. എനിക്ക് 40 ലക്ഷം രൂപയുടെ 20 പോയിട്ട് ബാക്കി എനിക്ക് 15 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ കിട്ടാതെ ഞാൻ ഇത് കൊടുക്കത്തില്ല. എന്റെ 3 കുഞ്ഞുങ്ങളോട്ട് ഞാൻ ആത്മഹത്യ. എനിക്ക് പേപ്പർ വന്നിരിക്കുന്ന 28-ാം തീയതിയാണ് ഇതിന്റെ ലേലം വന്നത്. പക്ഷെ പറയുന്നത് അവർ വാങ്ങിച്ച് അവരുടെ എഴുത്തുകൂത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്ത് മുഖ്യമന്ത്രി പറയുന്നത് ഇതിനകത്ത് എനിക്ക് ഒന്നും ചെയ്യാനില്ല, അവര് ലേലം കൈക്കൊണ്ട്. അത് എന്റെ അറിവോ സമ്മതം ഇല്ലാതെ അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ ഇതിനകത്ത് പങ്കെടുത്തിട്ടില്ല. ഹൈക്കോടതി ഞാൻ ഒരു വക്കീലിനെ കാണാൻ ചെല്ലുമ്പോൾ അവർക്ക് 50,000 ഒക്കെ വേണം. എന്റെ കൈ കാശില്ല. കാശുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നടക്കുവോ? ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നടക്കുവോ? ഞാൻ ഇനി എന്റെ 3 മക്കളുമായിട്ട് ഈ വീട്ടിൽ ആത്മഹത്യ ചെയ്യാന്ന്. ഇവിടെ തന്നെ ഞാൻ ആത്മഹത്യ ചെയ്തോളൂ, അല്ലാതെ ഞാൻ പുറത്തൊന്നും പോയി ചെയ്യത്തില്ല. കാരണം എനിക്ക് ഇവിടെയാണ് ഇതെല്ലാം പോയത്. ഞാൻ ഇവിടെ ചെയ്തത്. എനിക്ക് വയ്യാത്തതാ. ഞാൻ വയ്യാഴിക പറയുമ്പോൾ അവര് പറയും ഞാൻ അഭിനയിക്കുന്നതാണ്, എനിക്ക് രോഗമില്ലെന്ന്. നിങ്ങൾക്ക് പേപ്പർ കാണണോ എന്റെ രോഗത്തിന്റെ പേപ്പറുകൾ? എനിക്ക് അഭിനയിച്ചിട്ട് എന്ത് കിട്ടാനാ? ഇപ്പൊ ജപ്തി ഇല്ല, സർക്കാർ പറയുന്നത് താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് ഇറക്കത്തില്ല. എന്നെ ഇറക്കി, ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വിറ്റ് ബാധ്യത തീർക്കാൻ സമയം എന്താ? അതില്ല. ഞങ്ങൾ അറിയാതെ ഇപ്പൊ ഞങ്ങളുടെ ഇത്രയും ലക്ഷം രൂപയുടെ വിറ്റ് ഞാൻ ഈ പിള്ളേരെ എന്ത് ചെയ്യും? ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? വല്ല അബ്ബാമോഹൻ എന്ന് പറഞ്ഞ ഓച്ചറ ഒരു ചാരിറ്റിയുടെ സാറാണ് എനിക്കൊരു വീട് എടുത്ത് തന്നിരിക്കുന്നത്. അവിടെ വാടക കൊടുക്കണ്ട, അവിടെ വെള്ളമില്ല. മക്കളെയും കൊണ്ട് അന്ന് രാത്രി ഇവിടെ ഇറങ്ങി നിന്നിട്ട് ആ കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ ആയിട്ട് ഇവർ ആ രാത്രി പറഞ്ഞ വീഡിയോയും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇവർ ആത്മഹത്യയുടെ വക്കിൽ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷെ അന്ന് അതിന്റെ പിറ്റേ ദിവസം തന്നെ ഇവിടെ സാധനങ്ങൾ എടുക്കാനായി ഇവിടുത്തെ MLA ആയിട്ടുള്ള CR മഹേഷ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു. അദ്ദേഹം ഈ വീട് പൊളിക്കുകയും ഇവർക്കുള്ള സാധനങ്ങൾ എടുത്തു കൊടുക്കുകയും. പക്ഷെ അതെല്ലാം അന്നത്തേക്ക് ഒരു പ്രഹസനം മാത്രമായിരുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം പിന്നീട് യാതൊരു തരത്തിലുള്ള ഇതുമില്ല. നമ്മൾ എവിടാണെന്ന് പോലും പിന്നെ ഇന്ന് വരെ തിരക്കിയിട്ടില്ല. ഇതുമായിട്ട് നമുക്ക് ഒരാളിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവര് പറയും ഇന്നാള് നിങ്ങളെ നോക്കിയതല്ലേ, അവരുടെ അടുത്ത് ചെന്ന് പറ. ഇന്നടുത്ത് ചെല്ലുമ്പോൾ പറയും ഇന്നടുത്ത് ചെല്ലും. ഞാൻ കയറി ഇറങ്ങിക്കൊഴിഞ്ഞു, എനിക്കിനി മുമ്പോട്ട് പോകാൻ പറ്റും. നിങ്ങൾ കണ്ടല്ലേ എന്റെ ഗതികേട് കണ്ടല്ലേ? എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ മക്കൾ നല്ല നിലയിൽ വളരണമെന്ന്. പക്ഷെ ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങളൊന്നും പറയുന്ന പോലെ എന്റെ ഗതികേട് കൊണ്ട് ഞാൻ പറഞ്ഞതാ. 3 പെൺകുട്ടികളാണ്, 2 പെണ്ണും ഒരു ആൺകുട്ടിയോ. പക്ഷെ 16 വയസ്സുള്ള മോളെ കൊണ്ട് ഒരു അമ്മയ്ക്ക് എത്ര നാളിങ്ങനെ വല്ലവരുടെയൊക്കെ കീഴിൽ കിടക്കാൻ പറ്റും? ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റും? അതിൽ നല്ല മരണം തന്നെ. എനിക്ക് വീട് എനിക്ക് വേണം. ഞാൻ ലോൺ അടയ്ക്കത്തില്ല എന്ന് അവരോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എടുത്തിട്ട് എനിക്ക് മാന്യമായി എന്റെ പൈസതാ, ഞാൻ ചെലവാക്കി എന്റെ പൈസതാ മേടിച്ചത്. അനുസരിച്ചുള്ള വിലയുടെ പകുതി പോലും ഇവർക്ക് അല്ലെ നമ്മുടെ നാട്ടിലുള്ള ഒരാളും ഈ ബാങ്കിൽ നിന്ന് നേരത്തെ ലോണുള്ള അയാളും ബാങ്കും കൂടെ ഒത്തുകളിച്ച് ഇത് ചെയ്യുന്നതാ. അല്ലാന്നല്ല, പുറത്തുള്ള ഒരാളല്ല. അയാൾക്ക് ബാങ്കിൽ ഓൾറെഡി ലോൺ ഉണ്ടായിരുന്നു. അയാളും ബാങ്കും കൂടെ ഒത്തുകളിച്ച് ഇത് ചെയ്യുന്നത്. ചോളമണ്ഡലം ഫിനാൻസുകാരോടാണ് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ കുടുംബത്തിന് നിങ്ങൾ ഇങ്ങനെ പെരുവഴിയിലാക്കുന്ന ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള നടപടികളിലേക്ക് എന്തായാലും പോകുക. അതുപോലെ തന്നെ ഈ അധികാരികളോട് ഞങ്ങൾ പറയുകയാണ്, പരമാവധി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു അധികാരികളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവരുടെ ഒരു കയറിക്കിടക്കാടം നഷ്ടപ്പെടാത്ത രീതിയിലോ അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനപ്രദമാകുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക.